ഇന്ത്യവിൻ മാപെരും നടികർ മമ്മൂട്ടി. പലതും വിചാരിക്കും, പക്ഷെ അതുപോലെ ഒന്നുമല്ല കഥ. നല്ല രീതിയിൽ എടുത്തു വെച്ചിട്ടുണ്ട്. കൊടുമൺ പോറ്റിന്റെ കഥാപാത്രമായി മമ്മൂക്ക തകർത്ത് വാരിയിട്ടുണ്ട്. ഇത് ബ്ലാക്ക് ആൻഡ് വൈറ്റിലാണ് കാണേണ്ടത്. ടെക്നിക്കലി പെർഫെക്റ്റ്. തിയേറ്റർ കുലുങ്ങുന്നു. ഇപ്പോഴാണ് തിയേറ്റർ കുലുങ്ങിയത്. മറ്റൊരു ദേശീയ പുരസ്കാരം മമ്മൂക്കയുടെ വീട്ടിലെത്തുമെന്നുള്ളൊരു യാതൊരു സംശയമില്ല. ഒരുപാട് രഹസ്യങ്ങളുണ്ട് പടത്തിനകത്ത്. കണ്ട് മനസ്സിലാക്കിയാൽ കൂടെ പറഞ്ഞെന്നാൽ മനസ്സിലാവില്ല. പടം നിങ്ങൾ പോയി കാണുക. നമ്മൾ പലതും വിചാരിക്കും, പക്ഷെ അതുപോലെ ഒന്നുമല്ല കഥ. കാരണം ട്രെയിലർ കാണുമ്പോൾ നമുക്ക് എന്തൊക്കെ തോന്നുമല്ലോ, നമ്മൾ മനസ്സിൽ വിചാരിക്കുന്നത് അതുപോലെയൊന്നും അല്ല കഥ. നല്ല രീതിയിൽ എടുത്തു വെച്ചിട്ടുണ്ട്. അടിപൊളി പടം, ഉഗ്രം പടം. പഴയ കാലഘട്ടം അതുപോലെ പകർത്തി വെച്ചിട്ടുണ്ട്. കൊടുമൺ പോറ്റിന്റെ കഥാപാത്രമായി മമ്മൂക്ക തകർത്ത് വാരിയിട്ടുണ്ട്. ടെക്നിക്കലി പെർഫെക്റ്റ്. മനോഹര ചിത്രം തന്നെയാണ്. നമുക്ക് അടിപൊളിയായിട്ട് തകർത്ത് അഭിനയിച്ചിട്ടുണ്ട്. ഇത് ഇങ്ങനൊരു മേക്ക് ഓവർ കിട്ടിയത് മഹാഭാഗ്യമായിട്ട് കരുതുന്നത്. നല്ലോണം ഇത് ബ്ലാക്ക് ആൻഡ് വൈറ്റിലാണ് കാണേണ്ടത്. വേളിച്ച് അടിപൊളിയായിരുന്നു. നല്ലൊരു അവാർഡ് തന്നെ കിട്ടും. എല്ലാവരും ഗംഭീര അഭിനയം. നേരത്തെ ഒരു ഡയറക്ടർ പറഞ്ഞില്ലേ തിയേറ്റർ കുലുങ്ങുന്നു. ഇപ്പോഴാണ് തിയേറ്റർ കുലുങ്ങിയത്. രക്ഷയില്ല, വേറെ ലെവല്. പടം അടിപൊളിയായിട്ടാണ്, ഗംഭീരമായിട്ടുണ്ട്. വേറൊന്നുമല്ല, ഇതിൽ 4-5 ക്യാരക്ടർ സിനിമകൾ, ക്യാരക്ടേഴ്സൊക്കെ എന്താ പറയുക, അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചുണ്ട്. പിന്നെ മമ്മൂക്കയുടെ കാര്യം പറയാതിരിക്കുക വേണം. മമ്മൂക്കയുടെ നമ്മളിപ്പം 400 പരം സിനിമകൾ മമ്മൂക്ക അഭിനയിച്ചെങ്കിലും ഇങ്ങനത്തെ ഒരു വേഷപ്രവചനം നമ്മൾ കണ്ടിട്ടില്ല. അതായത് വേറൊന്നുമില്ല, ഇപ്പോൾ രാഷ്ട്രീയം, ജാതി, മതം ഒക്കെ മാനദണ്ഡമാക്കാതെ ദേശീയ പുരസ്കാരം പ്രഖ്യാപിക്കപ്പെട്ടാൽ കൊടുമൺ പോറ്റി എന്ന കഥാപാത്രത്തിലൂടെ മറ്റൊരു ദേശീയ പുരസ്കാരം മമ്മൂക്കയുടെ വീട്ടിലെത്തുമെന്നുള്ളൊരു യാതൊരു സംശയമില്ല. സിനിമ ഒരു വെറൈറ്റി എക്സ്പീരിയൻസിന് ഉറപ്പായിട്ട് തിയേറ്ററിൽ കണ്ടുനോക്കുന്ന പടമാണ്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് മാത്രമല്ല, സിനിമ നല്ല ക്വാളിറ്റിയിൽ രാഹുൽ സദാശിവൻ പ്രസന്റ് ചെയ്തിട്ടുണ്ട്. എക്സലന്റ് ഒന്നും പറയാനില്ല. ലൊക്കേഷൻ, കലാസംവിധാനം, അഭിനയം തുടങ്ങി എല്ലാവരും, മമ്മൂക്ക, സിദ്ധാർത്ഥ വരൻ, അർജുൻ അശോകൻ, എല്ലാവരും അടിപൊളിയായിട്ട്. നല്ല ലൊക്കേഷൻ, ക്യാമറ, ആർട്ട് സംവിധാനം പ്രത്യേകം എടുത്ത് പറയേണ്ടതാണ്. വേറെ തടസ്സങ്ങളൊന്നുമില്ലെങ്കിൽ മമ്മൂക്കയ്ക്ക് നാഷണൽ അവാർഡ് കുടുംബൻ പെട്ടിയിലൂടെ നമുക്ക് പ്രതീക്ഷിക്കാം. കൊള്ളാം, നല്ല സിനിമ. BGM ഒക്കെ കൊള്ളാം, മേക്കിംഗ് കൊള്ളാം, എല്ലാം കൊള്ളാം. അർജുൻ അശോക്, സിദ്ധാർത്ഥ് ഭരത്, അവരൊക്കെ കരിയറിലെ ഏറ്റവും ബെസ്റ്റ്. അവർക്കൊക്കെ നല്ലൊരു ബ്രേക്കാണ് ഈ പടം കിട്ടാൻ പോകുന്നത്. അതുപോലെ രാഹുൽ സദാശിവൻ, പുള്ളിക്ക് ഹാറ്റ്സ് ഓഫ്. നല്ല സൂപ്പർ ഫിലിം. മലയാള സിനിമയ്ക്ക് ഇത് ആരുടെ മുന്നിലും കൊണ്ടുവയ്ക്കുക. ഇന്ത്യൻ സിനിമയുടെ അഭിമാനം തന്നെയായിരിക്കും ഈ സിനിമ. 17-ാം നൂറ്റാണ്ടിൽ നടക്കുന്ന ഒരു കഥയാണ്. ഭയങ്കര ഹൊറർ സംഭവമൊന്നുമല്ല, പക്ഷേ നമ്മൾ പറയില്ലേ, നീറ്റ്ലി എക്സിക്യൂട്ടഡ് ആണ്. പിന്നെ മമ്മൂട്ടിയുടെ കഥാപാത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊടുമൺ പോറ്റി എന്ന് പറയുന്ന ആ ഒരു കഥാപാത്രം പുള്ളി അതിമനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട്. അതായത് പടം തുടങ്ങുന്ന മുതൽ അവസാനം വരെ പ്രേക്ഷകരെ പിടിച്ചങ്ങിരുത്തുകയാണ്. മലയാളത്തിന്റെ മഹാനടൻ വീണ്ടും നമ്മളിങ്ങനെ നെട്ടിച്ചോണ്ടിരിക്കുകയാണ്. പുള്ളിയുടെ ആ കണ്ണുകൊണ്ടുള്ള ആ പ്രകടനം തന്നെ നമ്മളങ്ങനെ നെട്ടിക്കുകയാണ്. അതുപോലെയാണ് എടുത്തു പറയേണ്ട ബാക്കി ആ അർജുൻ അശോകനായാലും പുള്ളിയുടെ ഒരു ബെസ്റ്റ് ക്യാരക്ടർ തന്നെയാണ്. അതേപോലെ സിദ്ധാർത്ഥ, എല്ലാം പടം ഗംഭീരം. അടിപൊളിയായിട്ട് തന്നെ ചെയ്തു. ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല പടം. മലയാളത്തിലൊരു വ്യത്യസ്തമായിട്ടൊരു അനുഭവമായിരുന്നു. വളരെ നല്ല സിനിമയാണ്. ഒരു കൊച്ചു മലയാള സിനിമ പോലത്തെ ഒരു ചെറിയ ഇൻഡസ്ട്രി മലയാള സിനിമയെ ഇന്ത്യൻ സിനിമയിൽ വലിയ രൂപത്തിൽ ഉയർത്തി കാണിച്ചൊരു നടനാണ് മമ്മൂട്ടി. ഇന്ന് ഈ സിനിമ കണ്ടു കഴിഞ്ഞതിന് ശേഷം തോന്നുന്നത് ഇന്ത്യൻ സിനിമയെ ലോക സിനിമയുടെ മുമ്പിൽ മമ്മൂട്ടി എത്തിച്ചു എന്നുള്ളതാണ്. എന്ത് പറയാം, അത്രയ്ക്കും നല്ല മികച്ച സിനിമയാണ്. ഒരു ഹോളിവുഡ് അമ്മാതിരി സിനിമ. മലയാള സിനിമയിൽ നല്ല ഇന്ത്യൻ സിനിമയിൽ ഇങ്ങനെ ഒരു സിനിമ വന്നിട്ടില്ല. ഇന്ത്യവിൻ മാപെരും നടികർ മമ്മൂട്ടി. ഞാൻ വിചാരിച്ചതിന് മുകളിൽ പടം നല്ല ക്വാളിറ്റി ഔട്ടായിട്ട് വന്നിട്ടുണ്ട്. നല്ല രീതിക്ക് നിങ്ങൾക്ക് ബ്രഹ്മയുഗം തിയേറ്ററിൽ തന്നെ കണ്ടുനോക്കാം. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണെന്ന് വിചാരിച്ച് പുറകോട്ട് മാറി നിൽക്കാൻ. ആ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഷെയ്ഡ് കൊടുത്തിരിക്കുന്നത് സിനിമയുടെ ആംബിയൻസിനെ ഭയങ്കരമായിട്ട് സഹായിച്ചിട്ടുണ്ട്.